ഹലോ. അപ്പോൾ ഞങ്ങളിതൊന്ന് പുറത്ത് പോവാണ് കേട്ടോ. അപ്പോൾ തനുക്കുട്ടി ഇതേ ശോഭ സിറ്റിയിലേക്കാണ് പോകുന്നത്. തനുക്കുട്ടിയുണ്ട്, പിന്നെ അച്ഛനും അമ്മാമ്മയും മാമനും സിദ്ധുക്കുട്ടനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു വൈകിട്ട് ഒരു 5 മണിക്കായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. തനുക്കുട്ടി ഇതേ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളിതേ ഇപ്പോൾ ശോഭ സിറ്റി എത്തിയിട്ടുണ്ട്. ശോഭ സിറ്റി എത്തിയപ്പോഴേക്കും ഇരുട്ടായിട്ടാണ്, കാരണം തൃശ്ശൂർ നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ ബ്ലോക്കിലൊക്കെ പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. അപ്പോഴേക്കും നമ്മുടെ സിദ്ധുക്കുട്ടൻ്റെ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അവിടെ എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ സിദ്ധുവിനെ എണീപ്പിച്ചു കൂട്ടാം. അപ്പോൾ ഞങ്ങളിതേ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും അവിടെ ഓരോ കോമ്പറ്റീഷനൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നും. ഇപ്പോൾ ദേ എന്തോ പുഷപ്പ് എത്ര വട്ടം പുഷപ്പ് എടുക്കും എന്നുള്ള ഒരു കോമ്പറ്റീഷനായിരുന്നു. അപ്പോൾ നമ്മുടെ സിദ്ധുക്കുട്ടനും അമ്മാമ്മയും അച്ചാച്ചനൊക്കെ അത് നോക്കി നിൽക്കാനുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഒന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ തനിക്കുട്ടി ദേ മാമൻ്റെ ഒക്കത്ത് കയറി നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ മാക്സിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മാമനാണെങ്കിൽ തിരിച്ച് ദുബായിലേക്ക് പോകാറായിട്ടുണ്ട്. അപ്പോൾ മാമന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാക്സിലേക്ക് വന്നു. അപ്പോൾ മാമൻ അവിടെ ഡ്രസ്സ് നോക്കുന്ന നേരം കൊണ്ട് നമ്മുടെ തനിക്കുട്ടി ഇവിടെ തനുവിന് പറ്റിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട്. അങ്ങനെ ഒരു വാട്ടർ ബോട്ടിലൊക്കെ കണ്ടപ്പോൾ അത് പോയി എടുക്കുന്നുണ്ട്. പിന്നെ ഓരോ ചെരുപ്പൊക്കെ കാണുമ്പോൾ ഇത് സിദ്ധുവിന് എടുക്കാം, തനുവിന് ഇത് പാകാവും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സിദ്ധുക്കുട്ടനാണെങ്കിൽ ദേ അവിടെ ഒരു കുഞ്ഞ് ആനേനെയും കുഞ്ഞ് പുലീനെയും കിട്ടി. പിന്നെ ഒന്നും വേണ്ട, അതും വെച്ച് അവിടെ ഇരുന്ന് കളിക്കലായിട്ടാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആനയും പുലിയൊക്കെ മതിയായി. അപ്പോൾ വേറെ ഏതിനെ കിട്ടും എന്ന് അറിയാനായിട്ട് ദേ ആ ഒരു സെക്ഷനിൽ വന്നിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ബില്ലടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ തനുക്കുട്ടിയാണ് കേട്ടോ മാമൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ബില്ലടിക്കാനായിട്ട്. അങ്ങനത്തെ രണ്ടുപേരും ഇണക്കുരുവികളെ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓരോ ഡ്രസ്സുകളും ഓരോ ഡ്രസ്സുകൾ നോക്കിയിട്ടാണ് നടക്കുന്നത്. എന്നാലും വേണ്ടില്ല, രണ്ടുപേരും ഇതേ കൈയും പിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും കൈ പിടിച്ച് നടന്നു പോയത് വേറെ എങ്ങോട്ടല്ല കേട്ടോ, അതേ ഇവിടേക്കാണ്. ഇത് മുന്നേ തന്നെ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാമൻ ഡ്രസ്സ് എടുത്ത് കഴിയട്ടെ എന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. രണ്ടുപേരും ദേ ഈ ഒരു കാറിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സിദ്ധുക്കുട്ടന് ആദ്യമായിട്ടാണ് ഇതിൽ പോകുന്നത്. സിദ്ധുവിന് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഒന്നാമത് അവന് വണ്ടി നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതിലും കൂടി ഇരുന്നപ്പോഴേക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പം തന്നെ ബൂം ബൂം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അവർ വണ്ടിയിലൊക്കെ ഇരുന്ന് കളിച്ചു. വട്ടി നിർത്ത്. അങ്ങനെ ദേ എസ്കലേറ്ററിൽ കയറാൻ പേടിയുള്ള അമ്മാമ്മയും അച്ചാച്ചനും ദേ എസ്കലേറ്ററിലൊക്കെ കയറിയിട്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് വന്നത്. അവിടെ ഏതൊക്കെ ഫുഡ് ഉണ്ടെന്ന് ഇങ്ങനെ മൊത്തത്തിലൊന്ന് നോക്കി. എന്ത് ഫുഡ് കിട്ടിയാൽ കണ്ടാലും ഏറ്റവും ലാസ്റ്റ് ബിരിയാണിയിൽ തന്നെ എത്തുമെന്ന് പറഞ്ഞ പോലെയാണ്. ഞങ്ങളിത് ബിരിയാണിയാണ് കേട്ടോ മേടിക്കാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ സിദ്ധുക്കുട്ടനും തനുക്കുട്ടിൻ്റെ പാവേനെ കാണുക മാത്രമല്ല കേട്ടോ, അവരതിനെ മേടിച്ച് സ്വന്തമാക്കി. ഇതേ നമ്മുടെ പുലിക്കുട്ടനും ആനക്കുട്ടീനൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ദേ ബിരിയാണി എത്തിയിട്ടുണ്ട്. ബിരിയാണിയും പിന്നെ മാമ പോയിട്ട് ദേ ജ്യൂസും ഫലൂടയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ദേ പേടിച്ചിട്ട് അച്ഛനും അമ്മ ഇതേ എസ്കലേറ്ററിൽ വീണ്ടും ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനായിട്ട്. അങ്ങനെയൊക്കെ തന്നെ പേരൊക്കെ മാറുക അല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ശോഭ സിറ്റിയിൽ ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.